ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 62-ാം വാക്യം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കരുത്. കർത്താവിൻ്റെ കാലത്ത് യഹൂദ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഒരു പഴമൊഴിയാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കരുത്. അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ: ഏതൊരു കാര്യത്തിൽ, ഏതൊരു ജോലിയിൽ നമ്മൾ മുഴുകിയിരിക്കുന്നുവോ ആ ജോലിയിൽ ഏകാഗ്രത മനസ്സോടെ ശ്രദ്ധ വെച്ച് ജോലി ചെയ്യണം. അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുന്നു അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകുകയില്ല, ഫലം ലഭിക്കുകയില്ല. അത് തെറ്റിപ്പോകും, പാഴായിപ്പോകും, പാളിപ്പോകും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് എന്തുകൊണ്ടാണ് ഈ പഴമൊഴി അവിടെ പറയുന്നത്? കർത്താവ് തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയായിരിക്കണം, തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണം, ശിഷ്യത്വത്തിൻ്റെ കണ്ടീഷൻ എന്താണ് എന്ന് കർത്താവ് അവിടെ പറയുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ ഓടി വന്ന് പറയുകയാണ്, ഗുരു, നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കാമെന്ന് പറയുകയാണ്. അദ്ദേഹം സ്വയം സന്നദ്ധനാവുകയാണ്. കർത്താവ് വിളിച്ചതല്ല. കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ ഓടി വന്ന് പറയുകയാണ്, ഞാൻ നിൻ്റെ ശിഷ്യനാകാം, നിൻ്റെ കൂടെ കൂടാം എന്ന് പറയുകയാണ്. നീ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പം അയാൾ സ്വയം സന്നദ്ധനാവുകയാണ്. സത്യത്തിൽ സ്വയം സന്നദ്ധനാവുന്നത് ആത്മാർത്ഥത കൊണ്ടല്ല, മറിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. കാരണം കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്, കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കുന്നുണ്ട്. ഒരു അമാനുഷിക ശക്തിയുള്ള ഒരാൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ആൾ. അതുമല്ല, യേശുവിനെ എവിടെ കൂടിയാലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ കൂടിയാൽ എന്നും എനിക്ക് അപ്പം കിട്ടും, അധ്വാനിക്കാതെ എന്നും ആഹാരം കിട്ടും. അതുപോലെ തന്നെ പേരും പെരുമയും വർദ്ധിപ്പിക്കാം. കാരണം അങ്ങനെയുള്ള ഒരാളുടെ കൂടാണ് കൂടുന്നത്. തൻ്റെ പേരും വർദ്ധിപ്പിക്കാം എന്നുദ്ദേശിച്ച് സ്വാർത്ഥ താല്പര്യത്തോടെയാണ് അവൻ കർത്താവിനെ അനുഗമിക്കാമെന്ന് പറയുന്നത്. അവനോട് കർത്താവ് പറയുന്ന മറുപടി ഇതാണ്: കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. അവനോട് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്ന ആരെയും നീ അനുഗമിക്കാൻ ഉദ്ദേശിക്കുന്നു, അവന് തലയായ്പാൻ പോലും ഇടമില്ല. അങ്ങനെ ആളുടെ കൂടെയാണ് നീ വരേണ്ടത്. അതുമല്ല, ഇതിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് വരണം. കാരണം ഈ സുഖം മാത്രമല്ല എൻ്റെ വഴിയിലുള്ളത്. അവിടെ മുള്ളും പറക്കാരെയും കാണും. അതുപോലെ ഇടുങ്ങിയ വഴിയാണ്, വലിയ വിശാലമായ വഴിയല്ല. അവിടെ ക്രൂശ് നിനക്ക് ചുമക്കേണ്ടി വരും. കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുടെ ഇടയിലേക്കാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന്, ആ നുകത്തിൻ്റെ അടിമത്തത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് വിടുവിക്കുവാനാണ് ഞാൻ വന്നത്. അപ്പോൾ അവരെ വിടുവിക്കുമ്പോൾ ആരാണോ അവരെ ചൂഷണം ചെയ്യുന്നത്, അത് ഒരുപക്ഷെ ക്വാറി മാഫിയ ആയിരിക്കാം, ഭൂമാഫിയ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലേഡ് മാഫിയ ആയിരിക്കാം, ഈ ലോകത്തിൻ്റെ വലിയ വൻ ശക്തികളായിരിക്കാം, തിന്മകളായിരിക്കാം, അധോലോക പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരിൽ നിന്ന് വിടുവിക്കുമ്പോൾ അവരൊക്കെയും വൻ ശക്തികളാണ്, മാഫിയകളാണ്. അവരിൽ നിന്ന് നിനക്ക് എതിർപ്പുണ്ടാകും. അവരിൽ നിന്നെ പിടിച്ച് കൊല്ലും. നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരും. നിനക്ക് സമ്മതമാണ്. നിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് വരണം. കഷ്ടതകൾ മാത്രമേ ആ വഴിയിലുള്ളൂ. അതിനൊക്കെ സന്നദ്ധനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പിന്മാറിപ്പോവുകയാണ്. രണ്ടാമത് കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ടാമതൊരുവനെ കാണുന്നുണ്ട്. അവനോട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കാൻ പറയുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ എൻ്റെ അപ്പൻ മരിച്ചുപോയി, ഞാൻ അവനെ അടക്കം ചെയ്യണമെന്ന് പറയുകയാണ്. എൻ്റെ അപ്പനെ അടക്കം ചെയ്തിട്ട് വരാമെന്ന് പറയുകയാണ്. കർത്താവ് അവനോട് പറയുന്ന മറുപടി, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ എന്നെ അനുഗമിക്കാനാണ് പറയുന്നത്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. എന്താണ് ഈ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറയുന്നത്? അതായത് ആത്മീയമായ മരണം സംഭവിച്ചവർ. നീ ഇപ്പോൾ വരുന്നത് അങ്ങനെ ആത്മീയമായ മരണം സംഭവിച്ച ഒരാളാണ് നീ. പക്ഷേ നീ എന്നെ കണ്ട് നീ അനുഗമിക്കുന്നു. വീണ്ടും നീ ആ പാപത്തിലേക്ക് പോകരുത്. ആത്മീയമായി മരിച്ചവരുടെ ഇടയിലേക്ക് പോകരുത്. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ആത്മീയമായി മരിച്ചവരുടെ കൂട്ടത്തിലേക്ക് വീണ്ടും നീ പോകരുത്. നീ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, എൻ്റെ വഴി തിരഞ്ഞെടുത്തെങ്കിൽ വീണ്ടും പുറമോട്ട് നോക്കുവാൻ പാടില്ല, ആ വഴിക്ക് പോകാൻ പാടില്ല. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദാമിനോട് ദൈവം പറഞ്ഞു, ആ ഫലം തിന്നരുത്, ആ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ഫലം ആദാം തിന്നു. ആദാം നമ്മൾ കാണുന്നത് മരിച്ചില്ല, ശാരീരികമായി മരിച്ചിട്ടില്ല, എന്നാൽ ആത്മീയമായ മരണം അവിടെ സംഭവിച്ചു. അതാണ് പർദീസയുടെ അനുഭവം നഷ്ടപ്പെട്ട, ദൈവത്തിൽ നകന്നു. അതാണ് പാപം. ദൈവത്തിൽ നകലുന്നതാണ് ആത്മീയ മരണമെന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ മരണം സംഭവിച്ച ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് നീ എന്നെ അനുഗമിക്കാൻ വരുന്നത്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ മുഴുകിയിരുന്ന നീ എന്നെ കണ്ടു,
എന്നെ നീ അനുഗമിക്കുന്നു. ഇനിയും വീണ്ടും നീ അങ്ങോട്ട് പോരുത്. ആ ആത്മീയം മരിച്ചവർ അവരുടെ കാര്യം നടത്തിക്കോട്ടെ. അവരടക്കുവോ എന്തും ചെയ്തോട്ടെ. നീ എന്നെ അനുഗമിക്കാൻ പറയുക. മൂന്നാമത് കർത്താവ് ഒരാളിനെ കാണുന്നുണ്ട്. അവനോട് പറയാണ് എന്നെ അനുഗമിക്കാൻ പറയുമ്പോൾ അവൻ പറയുകയാണ് ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ വീട്ടുകാരോട് പോയി അപ്പനോടും അമ്മയോടും ഒക്കെ പോയി അനുവാദം ചോദിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ യേശുതമ്പുരാൻ പറയുന്ന മറുപടിയാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറയുകയാണ്. അതായത് നീ എന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വന്തക്കാരെയും വീട്ടുകാരെയും ഒക്കെ നീ ഉപേക്ഷിക്കേണ്ടി വരും. അബ്രഹാമിനോട് പറഞ്ഞ അതേ വാചകമാണ് ദൈവം പഴയ നിയമത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അതേ മറുപടിയാണ് യേശുമ്പുരാൻ തൻ്റെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് പറയുന്നത്. നീ നിന്റെ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ നീ ഉപേക്ഷിച്ച് വരണം. നീ അവരോട് പോകാൻ പാടില്ല. അവരുടെ മോഹത്തിനോ അല്ലെങ്കിൽ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒക്കെ ത്യജിച്ച് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകണം. ആ ദേശത്തേക്ക് പോകണമെങ്കിൽ നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് നിന്നെ കാണിപ്പാനിരിക്കുന്ന ലോകത്തിലേക്ക് പോകണമെങ്കിൽ നിനക്ക് ചിലതെല്ലാം നിന്റെ വ്യക്തിപരമായ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അതിന് നീ തയ്യാറാണെങ്കിൽ മാത്രമേ നീ ശിഷ്യനാകുവാൻ പാടുള്ളൂ എന്ന് പറയാൻ. അതുകൊണ്ട് കലപ്പയ്ക്ക് ശേഷം പുറമോട്ട് നോക്കരുത്. കാരണം നമുക്കറിയാം കലപ്പ ഉഴുതുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്തില്ല. ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഇത് പിടിച്ചുകൊണ്ട് പുറമോട്ട് നോക്കിയാൽ ആ ഉഴുവുചാല് തെറ്റിപ്പോകും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉഴുവുചാല് തെറ്റിപ്പോകും. ആ വയൽ ഉഴുമ്പോൾ അത് ശരിയാവുകയില്ല. അപ്പം ആ വയൽ ഉഴുന്നവൻ നല്ലപോലെ തന്നെ അവിടെ ശ്രദ്ധ ആ കലപ്പയിൽ തന്നെ ശ്രദ്ധ വെച്ച് നോക്കണം. പിന്നോട്ട് നോക്കിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യമായാലും അത് ലൗകികമായ കാര്യമല്ല ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുന്നുവോ അതിൽ ശ്രദ്ധ വെച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും. നമ്മുടെ ആത്മീയ ജീവിതത്തിലായാലും അങ്ങനെ തന്നെ. നമ്മളൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പം എത്ര ആൾക്കാർ സത്യത്തിൽ പള്ളിയിൽ നിൽക്കുമ്പോൾ അവിടെ ശരീരം കാണും, മനസ്സ് വേറെ എവിടെയായിരിക്കും. ആ മനസ്സ് വേറെ എവിടെയായിരിക്കുമ്പോൾ ആ ദൈവത്തെ കാണുവാനും ആ ആരാധനയിൽ പങ്കെടുക്കുവാനും ആത്മാർത്ഥ പങ്കെടുക്കുവാനും പറ്റുകയില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഇത് മാനുഷികമായ ബലഹീനതയാണ്. പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പകുതി വഴിയിലായിരിക്കുമ്പോഴായിരിക്കും മോള് അമ്മയോട് ചോദിക്കും, അമ്മേ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു എന്ന് ചോദിക്കും. അത്രയും മതി. ഗ്യാസ് ഓഫ് ചെയ്ത് ആ കുറ്റിയിൽ നിന്ന് അതിൻ്റെ വയറും വിച്ഛേദിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വന്ന, അല്ലെങ്കിൽ വീട് പൂട്ടിക്കഴിഞ്ഞ് നമ്മൾ കാറിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ അല്ലെ പള്ളി പകുതി വഴിയാകുമ്പോൾ ചോദിക്കും വീട് പൂട്ടിയായിരുന്നു. ആ വീട് പൂട്ടി ആ ലോക്കും ഇട്ട് ആ താഴെ 2 പ്രാവശ്യം തൂങ്ങി നോക്കിയതാണ്. എന്നാലും ഡൗട്ടാണ്. അപ്പോൾ പള്ളിയിൽ നിൽക്കുമ്പോൾ ഇതാണ് ഗ്യാസ് ഓഫ് ചെയ്തോ അതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധ ചെയ്യുന്നില്ല, പിന്നോട്ട് നോക്കിയാണ്. ആ കലപ്പയിൽ കൈവച്ച് പിന്നോട്ട് നോക്കുന്ന പോലെ ആ പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടുന്നില്ല. പള്ളിയിൽ നിൽക്കുകയാണ്, പക്ഷെങ്കിൽ മനസ്സ് മൊത്തം ഗ്യാസ് ഓഫ് ചെയ്തോ. അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? അവിടെ ഇരുന്നുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഒരു പക്ഷെങ്കിൽ ഓഫ് ആക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആകുലത ചിന്തയാണ്. അപ്പോൾ നമ്മൾ പിന്നോട്ട് നോക്ക്. ദൈവരാജ്യത്തിൽ പ്രാർത്ഥന ഏതൊരു കാര്യത്തിനും ചെല്ലുന്നുണ്ടോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സ് മൊത്തം അങ്ങോട്ട്, ശരീരം മാത്രം അവിടെയുമാണ്. അപ്പം അതുകൊണ്ട് ആത്മീയമായ മരണം അതാണ് സംഭവിക്കുന്നത്. അതായത് ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയണം. ശ്രദ്ധയോട് ഏത് ആരാധനയിൽ പങ്കെടുക്കുമ്പോഴായാലും ശിഷ്യത്വം സ്വീകരിക്കുമ്പോഴായാലും ശരി പിന്നോട്ട് നോക്കുവാൻ പാടില്ല. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ തക്കവണ്ണം ഏകാഗ്രതയോടെ പ്രാർത്ഥനയിൽ വിട്ടിരിപ്പാൻ തക്കവണ്ണം ശിഷ്യത്വം സ്വീകരിപ്പാൻ തക്കവണ്ണം കഴിയണം. അപ്പോഴാണ് സുഖരാജ്യത്തിൻ്റെ അനുഭവം വരുന്നത്. സുഖരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് ഇടുങ്ങിയ വഴിയാണ്. അവിടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കാണും. വലിയ പ്രയാസങ്ങൾ, കണ്ണുനീര് കാണും, കഷ്ടത കാണും, ക്രൂശ് ചുമക്കേണ്ടി വരും. ആ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കാതെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ, ദൈവത്തിലേക്ക് നോക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ദൈവത്തിൽ മാത്രം, ആരാധനയിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് അവിടെ ദൈവത്തെ മാത്രം കാണുവാൻ, വേറെ ഒരു ശ്രദ്ധയുമില്ലാതെ ഈ ലോകചിന്തകളൊന്നുമില്ലാതെ പ്രാർത്ഥനയിൽ ഉച്ചരിപ്പാൻ, ആരാധനയിൽ ഉച്ചരിപ്പാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ സുഖരാജ്യത്തിന് കൊള്ളാവുന്നവനായി, സുഖരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.